അങ്ങനെ ഇതൊരു നോമ്പുതുറ വ്ളോഗാണ്. കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഈ നോമ്പുതുറ. ഇത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയുടെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ നോമ്പുതുറ ഉള്ളത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് എത്തിയപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായി. നമ്മൾ ചെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. അങ്ങനെ വീട്ടിൽ മുറ്റത്ത് പന്തലൊക്കെ ഇട്ടിട്ടായിരുന്നു നോമ്പുതുറ പരിപാടികൾ. ഇതൊക്കെയായിരുന്നു നോമ്പുതുറ വിഭവങ്ങൾ. ഫ്രൂട്ട്സും പിന്നെ റോള്, കട്ട്ലേറ്റ്, സമൂസ, ലൈം ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, തരിക്കഞ്ഞി, അങ്ങനെ ഉള്ള എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നു. നോമ്പൊക്കെ തുറന്നു. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് നോമ്പ് തുറന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കൈവാശിയാണെന്നാണ് ഈ കാണുന്നത്. ഈ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് എല്ലാവരും നേരം നിസ്കരിക്കാനായിട്ടാണ് പോയത്. ഓരോരോ ബാച്ചുകളായിട്ട് പല പല റൂംസിൽ എല്ലാവരും നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നിസ്കരിക്കുന്നവരുടെ വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ബാച്ച് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മളിവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോഴേക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കൽ പതിവാണ്. എന്നിട്ട് എല്ലാവരും ഒത്തിരി നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. പക്ഷെ ഉമ്മച്ചിയും ജാഫ്രാമ്മയും പിള്ളേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ തറാവി മിസ്സാവും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ വന്നില്ല. മോറ്റോഴിന്ന് ഇവിടെ വരണ്ടേ. പിന്നെ ഇതൊക്കെയായിരുന്നു ഫുഡ്. ചപ്പാത്തി, പത്തിരി, പൊറോട്ട, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി, അങ്ങനെയൊക്കെ ഒത്തിരി ഡിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മമ്മിയുടെ മൂത്ത ബ്രദറിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ അതിൻ്റെ കൂടെ നടന്നു. ഒരു കേക്ക് കട്ടിങ് സെറിമണി. അതെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത് പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കില്ല കേട്ടോ. ഇപ്പം നമുക്ക് 8000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേളിലായിട്ടുണ്ട്. അപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും ഒരു ചെറിയൊരു ഗിവ് അവേ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. എന്നെ ഇതുപോലെ തന്നെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ ഇറങ്ങാനായിട്ട് പോവുമായിരുന്നു. പിന്നെ യാത്ര പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ഇരിപ്പ് ഞങ്ങളുടെ ഫാമിലിയിൽ പതിവാണ്. നമ്മൾ ഇറങ്ങാൻ നേരത്തൊന്ന് യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം വീണ്ടും വർത്തമാനം പറയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുള്ളൂ. അങ്ങനെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ.